ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ. ലിറ്റർജി ക്ലാസ് 64. ലിറ്റർജിയിൽ ക്രിസ്തുവിൻ്റെ പണി. ഇതുവരെ നമ്മൾ ദൈവപിതാവിൻ്റെ റോള്, ലിറ്റർജിയിൽ ദൈവപിതാവിൻ്റെ റോളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മുതൽ നമ്മൾ ലിറ്റർജിയിൽ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 1084 മുതൽ 1090 വരെയുള്ള ഖണ്ഡങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് നമ്മൾ 1084 പരിശോധിക്കുകയാണ്. സീറ്റഡ് at the right hand of the Father and pouring out the Holy Spirit on his body, which is the church, Christ now acts through the sacraments he instituted to communicate his grace. The sacraments are perceptible signs, words and actions accessible to our human nature. By the action of Christ and the power of the Holy Spirit, they make present efficaciously the grace that they signify. ഞാൻ എൻ്റെ ഒരു പരിഭാഷ നൽകാം. കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതിലത്തെ പരിഭാഷയും പരിശോധിക്കാവുന്നതാണ്. ദൈവപിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനും തൻ്റെ ശരീരമായി സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നവനുമായ ക്രിസ്തു തൻ്റെ കൃപ പകർന്നു നൽകാനായി താൻ സ്ഥാപിച്ച കൂദാശകളിലൂടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് സമീപിച്ച് ആസ്വദിക്കാവുന്ന ഇന്ദ്രിയ ഗോചരമായ, കാണപ്പെടാവുന്നതും സ്പർശിക്കാവുന്നതും രുചിക്കാവുന്നതുമായ അടയാളങ്ങളാണ്, വാക്കുകളും പ്രവൃത്തികളുമാണ് കൂദാശകൾ. അവ ഏത് കൃപാവരത്തെയാണോ സൂചിപ്പിക്കുന്നത് അതിനെ ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്താലും പരിശുദ്ധാത്മ ശക്തിയാലും ഫലപ്രദമായി സന്നിഹിതമാക്കുകയാണ്. കൗദാശിക ദൈവശാസ്ത്രത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളത് എന്താണ് എന്നാണ് ഈ ഖണ്ഡിക വ്യക്തമാക്കുന്നത്. നമുക്കൊരു ചോദ്യം ചോദിക്കാം. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനും രണ്ടാമത്തെ വരവിനും ഇടയിൽ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും രണ്ടാമത്തെ ആഗമനം, ഇതിനിടയിൽ ഉള്ള സമയവും സ്പേസും, സ്ഥലകാലങ്ങൾ, കാലദേശങ്ങൾ, അത് വെറും ശൂന്യതയാണോ? സ്വർഗാരോഹണം, രണ്ടാമത്തെ ആഗമനം, ഇതിനിടയിലുള്ള ഈ സമയവും ഇടവും ശൂന്യതയാണോ? തീർച്ചയായിട്ടുമല്ല. സ്വർഗാരോഹണത്തിനും ദ്വിതീയാഗമനത്തിനും ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കൃപ അഥവാ ദൈവിക ജീവൻ ചൊരിയുകയാണ് ക്രിസ്തു. ആ കൃപയുടെ അഥവാ ദൈവിക ജീവന്റെ വർഷിക്കല് നടക്കുന്ന നിമിഷത്തെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. ആ കൃപയുടെ ചൊരിയല്, ആ കൃപ എന്ന് പറയുന്നത് വെറും ഒരു കൃപയല്ല, ദൈവിക ജീവനാണ്. ദൈവിക ജീവനാണ് കൃപ എന്ന് വിളിക്കുന്നത്. ആ ദൈവിക ജീവൻ ചൊരിയുന്ന, വർഷിക്കപ്പെടുന്ന നിമിഷത്തെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂദാശയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഖണ്ഡത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ സഭായോഗം എന്ന് വിളിക്കാം. ദൈവത്തിൻ്റെ സഭായോഗം, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തു. അങ്ങനെയാണ് നമ്മൾ ഈ തുടങ്ങിയത്. മർക്കോസ് 16:19, അതുപോലെ സ്നേഹന്മാർ നടപടി 2-ാമത്തെ അധ്യായം, നമ്മളതൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തു. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് പെട്ടെന്ന് ചുരുക്കി പറയാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് പർദീസ എന്ന് വിളിക്കപ്പെടുന്ന 3-ാം സ്വർഗത്തിലേക്കാണ്. അവിടെ നിന്നും 40-ാം ദിവസമാണ് 7-ാം സ്വർഗത്തിലേക്ക്, അതായത് ദൈവപിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്യുന്നത്. അപ്പോൾ ഉത്ഥാനം ചെയ്തത് പർദീസ എന്ന് വിളിക്കപ്പെടുന്ന 3-ാം സ്വർഗത്തിലേക്കാണ്. 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണം 7-ാം സ്വർഗത്തിലേക്ക്, അതായത് ദൈവപിതാവിൻ്റെ വലത്ത് ഭാഗം എന്ന് പറയുന്ന അവിടേക്ക് കർത്താവ് ആരോഹണം ചെയ്ത് അവിടെ ഇരിക്കുന്നു. രാജാതിരാജനായ അവിടെ ഇരിക്കുന്നു എന്നാണ് ഒരർത്ഥം. മറ്റൊന്ന്, മഹാപുരോഹിതൻ എന്നാണ്. അപ്പോൾ ദൈവപിതാവിൻ്റെ ശക്തിയിലും വീര്യത്തിലും തുല്യ പങ്കാളിത്തമുള്ള ക്രിസ്തു അവിടെ ഇരിക്കുന്നത് രാജാതിരാജനായിട്ട് മാത്രമല്ല, മഹാപുരോഹിതനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ക്രിസ്തു ധർമ്മത്തിലെ അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ഏക മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. മറ്റൊരു മഹാപുരോഹിതൻ ഇല്ല. ആ ഏക മഹാപുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തു ദൈവപിതാവിന് മുമ്പിൽ ഹാജരാവുകയാണ്. എന്തിനാണ്? കൃപയുടെ പ്രഥമ ശുശ്രൂഷകൻ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഗ്രേസ് എന്ന് പറയാം. പ്രൈം മിനിസ്റ്റർ എന്ന അർത്ഥത്തിലല്ല, അല്ലേ, പ്രധാനമന്ത്രി വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രധാന ശുശ്രൂഷകൻ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഗ്രേസ്,
കൃപയുടെ അഥവാ ദൈവിക ജീവന്റെ പ്രഥമ ശുശ്രൂഷകൻ എന്ന നിലയിൽ ക്രിസ്തു മഹാപുരോഹിതനായി ദൈവപിതാവിൽ ഹാജരാകുകയാണ്. എന്തിനാ? തൻ്റെ ശരീരമായ സഭയെ ചലിപ്പിക്കാനായിട്ട്, പരിശുദ്ധാത്മാവിനെ വർഷിക്കാനായി. അപ്പോൾ ദൈവപിതാവിന് മുമ്പിൽ ഏക മധ്യസ്ഥനും മഹാപുരോഹിതനുമായ ക്രിസ്തു ഹാജരായിട്ട് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മൻ സ്വീകരിച്ച് സഭയിലേക്ക് ചൊരിയുകയാണ്. ഇതിനെയാണ്, അങ്ങനെ ചൊരിയുന്ന നിമിഷത്തെയാണ്, ദൈവിക ജീവൻ സഭയിലേക്ക്, സഭാംഗങ്ങളിലേക്ക് ചൊരിയുന്ന നിമിഷത്തെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവപിതാവ്, പുത്രൻ തമ്പുരാൻ, മഹാപുരോഹിതൻ എന്ന നിലയിൽ പുത്രൻ തമ്പുരാൻ, പരിശുദ്ധ റൂഹ, ഈ മൂന്നാളുകളും ഇല്ലേ സന്നിഹിതമാവുക മാത്രമല്ല, അവർ മൂന്നാളുകളുമായിട്ടും നമ്മൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്ന നിമിഷത്തെ കൂദാശ എന്ന് വിളിക്കാം. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകളുടെ സമ്മേളനമാണ് ഓരോ കൂദാശയും. അതുകൊണ്ടാണ് കൂദാശകളെ ദൈവത്തിൻ്റെ സഭായോഗം എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സഭായോഗമാണ് കൂദാശകൾ. നമുക്കൊരു ഉദാഹരണം നോക്കുക. നമ്മൾ കുമ്പസാരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും എന്നാണ് കർത്താവ് യേശു 12 സ്ലീഹന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ പിടിച്ചു വയ്ക്കുന്നുവോ അവ പിടിച്ചു വയ്ക്കപ്പെടും. നീ സ്വർഗത്തിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഇങ്ങനെയുള്ള അധികാരം സഭയ്ക്കാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയിൽ ആർക്കാണോ പാപം മോചിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ആ ആളെ സമീപിച്ച് നമ്മൾ പാപങ്ങൾ കുമ്പസാരിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവപിതാവ് ധൂർത്തപുത്രൻ ആലിംഗനം ചെയ്ത പോലെ ഇങ്ങനെ ആലിംഗനം ചെയ്യും, നമ്മെ ആലിംഗനം ചെയ്യും. അപ്പോൾ ഞാനും തന്നെ വിധിക്കുന്നില്ലേ, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ പുത്രൻ തമ്പുരാൻ നമ്മുടെ പാപങ്ങൾ മോചിക്കും. പിതാവ് ആലിംഗനം ചെയ്യുന്നു, പുത്രൻ നമ്മളെ പാപങ്ങൾ മോചിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് കൃപാവരത്തിൻ്റെ ആദ്യ വസ്ത്രം, ദൈവിക ജീവൻ ആദ്യ വസ്ത്രം നമ്മെ ധരിപ്പിക്കുകയും മോതിരവും കാലിൽ ചെരുപ്പം അണിയിക്കുകയും ചെയ്ത് നമ്മൾ ദൈവപുത്രനാക്കുകയും ചെയ്യുന്നു. പാപം ചെയ്യുമ്പോൾ നമ്മൾ സാത്താൻ്റെ അടിമയായി, കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ദൈവപുത്രനായി വീണ്ടെടുക്കപ്പെടുകയാണ്. അതിനെയാണ് ഈ കൃപയുടെ ആദ്യ വസ്ത്രം ധരിപ്പിക്കുക, ദൈവിക ജീവന്റെ ആദ്യ വസ്ത്രം ധരിപ്പിക്കുക, മോതിരം അണിയിക്കുക, ചെരുപ്പണിക്കുക എന്ന് പറഞ്ഞാൽ പുത്രനായി സ്വീകരിക്കുന്നതാണ് അർത്ഥം. മൂന്നാളുകളെയും നമ്മൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ദൈവപിതാവ് നമ്മൾ ആലിംഗനം ചെയ്യുന്നു, പുത്രൻ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു, പരിശുദ്ധാത്മാവ് ദൈവിക ജീവൻ എന്ന് പറഞ്ഞ കൃപാവരത്തിൻ്റെ ആദ്യ വസ്ത്രം നമ്മെ ധരിപ്പിക്കുന്നു. മൂന്നാളുകളും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കുമ്പസാരം. ഈ കൂടിക്കാഴ്ച നടക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ കുമ്പസാരമാകുന്നില്ല താനും. അപ്പോൾ വെറുതെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ കുമ്പസാരമാകില്ല. ഈ ദൈവിക സഭായോഗത്തിൽ മൂന്നാളുകളും ആ സഭയോഗം കൂടുകയാണ്. ആ യോഗത്തിൽ നമ്മളും കൂടി പങ്കുചേർന്നാലേ കൂദാശയാകൂ, കൂദാശ ശരിക്കുള്ള ഒരു അനുഭവമാകൂ. ഇതാണ് ഒന്നാമത്തെ അർത്ഥം ഈ ദൈവത്തിൻ്റെ സഭായോഗം എന്ന് പറഞ്ഞാൽ. രണ്ടാമതൊരു കാര്യം ഈ ഖണ്ഡം അവതരിപ്പിക്കുന്നത് കൂദാശയുടെ സ്വഭാവമാണ്. ഇന്ദ്രിയ ഗോചരമായ അടയാളങ്ങൾ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വാക്കുകളും പ്രവൃത്തികളും. നാം ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ദ്രിയ ജീവികളാണ്. പൗലോസ്ലീഹയുടെ വാക്കുകൾ പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, സോൾ, ബോഡി ആൻഡ് സ്പിരിറ്റ്. ദേഹം, ബോഡി, സോൾ, ദേഹം, ബോഡി, ദേഹി, സോൾ, പിന്നെ സ്പിരിറ്റ്, ആത്മാവ്. ഇങ്ങനെ 3 ഘടകങ്ങളുണ്ട് മനുഷ്യന്. 3ആയിട്ട് കാണാൻ പറ്റില്ല, 3 കൂടി ചേരുമ്പോഴാണ് മനുഷ്യനാകുക. പക്ഷെ ദേഹമുണ്ട്, ദേഹിയുണ്ട്, സോളുണ്ട്. ആ സോളിനൊരു ഹൃദയമുണ്ട്, അതിന് ആത്മാവ് എന്ന് പറയും. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇങ്ങനെ 3 ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആത്മാവ് മാത്രമല്ലല്ലോ, ശരീരം കൂടിയില്ലേ. അപ്പോൾ ഭൗതികമായ ഈ ആത്മാവിന് കുടികൊള്ളാൻ ശരീരം വേണം. ആത്മാവ് ശരീരത്തിൽ വേർപ്പെടുമ്പോൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭൗതികമായ പദാർത്ഥമായ ശരീരവും ആധ്യാത്മിക യാഥാർത്ഥ്യമായ ആത്മാവും, ആ ദേഹി, സോള്, അവൻ്റെ ഹൃദയമായ ആത്മാവ്, സ്പിരിറ്റ്, ഇത് ചേരുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അപ്പോൾ ഭൗതികമായ പദാർത്ഥങ്ങളിലൂടെയാണ് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിൽ പങ്കെടുത്ത് ആസ്വദിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. ഭൗതികമായ
ഈ ലോകത്തിൻ്റെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ദൈവം അവതരിപ്പിക്കുന്നതും പ്രസരിപ്പിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നവർക്ക് അത് അനുഭവവേദ്യമാക്കുന്നതും. ഇതിനെയാണ് ഇന്ദ്രിയ ഗോചരമായ അടയാളങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നൊക്കെ പറയുന്നത്. ചില ഉദാഹരണങ്ങൾ, ഇന്ദ്രിയ ഗോചരമായ സംഗതികൾ, ചില കാര്യങ്ങൾ കാണപ്പെടുന്നത് വെള്ളം, തൈലം, അപ്പം, വീഞ്ഞ്, കൈവപ്പ്, ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ കാണുന്നത് ഇല്ലേ? കാണുന്ന സംഗതികൾ അതാണ്. കേൾക്കപ്പെടുന്നത് ഇല്ലേ? വചനം, ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇത് എൻ്റെ രക്തം ആകുന്നു, ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു, ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു, ഞാൻ ഇവളെ ഭാര്യയായി സ്വീകരിക്കുന്നു, ഞാൻ ഇവനെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് വാക്കുകൾ കേൾക്കുന്നത്. അതിലൂടെ ആത്മീയ യാഥാർത്ഥ്യം പങ്കുവയ്ക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മൻ്റെ ആവാസം ഇല്ലേ? ഈ ജലം ഒഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വരികയാണ്. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശു എന്ന ആള് തന്നെ സ്വയം നൽകുകയാണ്. ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു. ക്രിസ്തുവിൻ്റെ പാപമോചനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ വേണ്ടി ഉച്ചരിക്കുകയാണ് പുരോഹിതൻ. അപ്പോൾ നമ്മളത് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഫലപ്രദമായ കൃപാവരം എന്നാണ് നമ്മൾ, എഫിക്കേഷ്യസ് സൈൻ ഓഫ് ഗ്രേസ്, എഫിക്കേഷ്യസ്, ഫലപ്രദം. അതായത് കൃപയെ വെറുതെ പ്രതീകാത്മകമായി അടയാളപ്പെടുത്തുകയോ ചിഹ്നപ്പെടുത്തുകയോ അല്ല കൂദാശകൾ. അവ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണോ അതായി മാറുകയാണ്. അടയാളം തന്നെ യാഥാർത്ഥ്യമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഫലപ്രദമായ കൃപാവരം എന്ന് പറയണേ, ഫലം ചൊരിയുന്ന ഫലവത്തായ കൃപാവരം എന്ന് പറയണേ. ഇപ്പം നമുക്കൊരു ഉദാഹരണം നോക്കിയാൽ, ഇപ്പം പെന്തക്കോസ്തക്കാർ, യാക്കോബ സാക്ഷികളൊക്കെ പറയുന്നത് ക്രിസ്തു കൂദാശ ഈ കുർബാന സ്ഥാപിച്ചപ്പോൾ ക്രിസ്തു എന്ന ആൾ അവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇതെൻ്റെ ശരീരം ആകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു പറയുന്നത് വെറുതെ ഒരു പ്രതീകമല്ലേ? പ്രതീകാത്മക അർത്ഥത്തിലല്ലേ കർത്താവ് പറഞ്ഞത്? യഥാർത്ഥ അർത്ഥത്തിലല്ലല്ലോ എന്നാണ് അവർ പറയണേ. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയും പിറ്റേ ദിവസം മരിക്കുകയും അതിന് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്ത ആളാണ്. അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ച് തൻ്റെ സാന്നിധ്യം, തൻ്റെ ആളത്വം ഈ അന്ത്യത്താഴത്തിൽ കൊണ്ടുവരുന്നത്. ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല എൻ്റെ ജീവൻ, ഞാൻ സ്വയമേവ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് കഴിവുണ്ട്. ഇങ്ങനെ ഈ നല്ല ഇടയനെക്കുറിച്ചുള്ള യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ അവൻ നിവൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് എന്ന് കർത്താവ് പറഞ്ഞോ? ഇതെൻ്റെ രക്തം എന്ന് അല്ലേ ഇതെൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞോ? ഇതെൻ്റെ രക്തത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞോ? അല്ല, ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇത് എൻ്റെ രക്തം ആകുന്നു, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇത് എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ്, ഇതെൻ്റെ രക്തത്തിൻ്റെ അടയാളമാണ് എന്നാണോ യേശു പറഞ്ഞത്? അല്ലല്ലോ, അല്ല. ഇത് എൻ്റെ ശരീരമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ എൻ്റെ ശരീരം? അല്ല, ഞാനെന്ന ആളാണ്. ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ പ്രാണൻ, എൻ്റെ ജീവനാണ്, എൻ്റെ സ്വത്വമാണ്, എൻ്റെ ഉണ്മയാണ്. ഇത് ഞാനാണെന്നർത്ഥം. ഇത് ഞാനാണ്, എൻ്റെ പ്രതീകമാണ് എന്നല്ല, എന്നെ അടയാളപ്പെടുത്തുന്നു എന്നല്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല, അങ്ങനെ കർത്താവ് പറയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. പ്രതീകാത്മക അർത്ഥമാണെങ്കിൽ, ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ സ്റ്റോപ്പ് എന്നുള്ള ഒരു ബോർഡ് കാണുന്നു. സ്റ്റോപ്പ് എന്താ അതിൻ്റെ അർത്ഥം? വണ്ടി അവിടെ നിർത്തണം എന്ന ആശയം പ്രതീകാത്മകമായിട്ട് കൈമാറുകയാണ് അല്ലേ? സ്റ്റോപ്പ് എന്ന് വെച്ചാൽ വണ്ടികൾ അവിടെ നിർത്തണം. നിർത്തിയില്ലെങ്കിൽ പോവും, പഴയ ഇടുന്നുള്ളൂ. നിർത്തണം എന്ന ആശയമാണ് കൈമാറുന്നത്, പ്രതീകാത്മകം. ഇനി ഫലപ്രദമാകുകയാണെങ്കിലോ, വണ്ടി അവിടെ വന്നപ്പോൾ കാറ് അവിടെ വന്ന് ബ്രേക്ക് ഡൗൺ ആയി, കറക്റ്റ് ബോർഡിന് മുമ്പിൽ നിന്നു. മറ്റൊന്ന് ബോർഡായിരുന്നു, ബോർഡ് പ്രതീകാത്മകം. കാറ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കുക, കറക്റ്റ് ബോർഡിന് മുമ്പിൽ വെച്ചിട്ട് കാറ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ നിന്നു. അപ്പോൾ ഫലപ്രദമായി എന്ന് വെച്ചാൽ കാർ അവിടെ നിന്ന് പോയി. മറ്റൊന്ന് നിൽക്കാതെ പോകാമായിരുന്നു, അത് പ്രതീകാത്മകമാണ്. ഇവിടെ ഫലപ്രദമായി. ഇത് തന്നെ നമുക്ക് ദൈവശാസ്ത്രത്തിലേക്ക് ഒന്ന് പറിച്ചു നട്ട് നോക്കിയാൽ സജീവമായ അടയാളം എന്നാണ് ദൈവശാസ്ത്രത്തിൽ പറയുക. നമുക്കൊരു ഉദാഹരണം നോക്കുക. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യുന്നു, ചുംബനം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം AI ടൂളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അടിച്ചു നോക്കുക. എന്തെല്ലാം മെറ്റബോളിസത്തിൽ വ്യത്യാസമാണ്
ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ചുംബനം കൊടുക്കുമ്പോൾ ഉണ്ടാകും. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ടോ അല്ലെങ്കിൽ AI ടൂൾ എടുത്തിട്ടോ ഈ വാട്ട് ഓൾ ചേഞ്ചസ് ഹാപ്പൻ വെൻ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എംബ്രേസ് ആൻഡ് കിസ് വിത്ത് ലവ് എന്നടിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും. നമുക്ക് വേറെ ഉദാഹരണം പറഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ കുഞ്ഞിനെടുത്തിട്ട് ഇങ്ങനെ താലോലിച്ച് ചുംബിക്കുകയാണ്. ആ ചുംബനം തന്നെ സ്നേഹമായിട്ട് മാറല്ലേ? അങ്ങനെ ചുംബിച്ച് കഴിയുമ്പോൾ തന്നെ കൊച്ചിൻ്റെ കരച്ചിൽ മാറി, കൊച്ചിന് സ്നേഹമായി. സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ആലിംഗനത്തിലൂടെയും ചുംബനത്തിലൂടെയും. ചുംബനം തന്നെ സ്നേഹമായിട്ട് മാറുകയാണ്. ഇതാണ് അടയാളം തന്നെ. അവിടെ സ്നേഹവും ചുംബനം തമ്മിൽ വേർതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്നേഹം ചുംബനം തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. ചുംബനം തന്നെ സ്നേഹമായിട്ട് മാറും, ആലിംഗനം തന്നെ സ്നേഹമായിട്ട് മാറും. അങ്ങനെ മാറുന്നതേ സ്നേഹമാകൂ, യാഥാർത്ഥ്യമാകൂ. അപ്പൊ ഇതാണ് ഈ ഫലപ്രദമായ കൃപാവരം എന്ന് പറയണേ. വെള്ളം അത് കർത്താവിൻ്റെ വക്ഷസിൽ ഒഴുകിയ ജീവജലമാണ്. ഏതെങ്കിലും പുഴയിലോ നദിയിലോ വെള്ളമല്ല. അത് ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള മെത്രാനോ വൈദികനോ ആശീർവദിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ അത് വെള്ളമല്ല, ജീവജലം എന്ന പരിശുദ്ധാത്മാവാണ്. അത് തലയിൽ ഒഴിക്കുമ്പോൾ, ശരീരത്തിൽ ഒഴിക്കുമ്പോൾ കർത്താവിന്റെ കുരിശിന് താഴെ നിന്ന് നിൽക്കുന്ന ആളുടെ തലയിലേക്ക് കർത്താവിന്റെ വക്ഷസിൽ നിന്ന് വീഴുന്ന വെള്ളം പോലെയാണ്. പുഴയിലേക്ക് ഇറങ്ങുന്നതല്ല. ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നിന്ന് തലയിലേക്ക് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുമ്പോൾ ക്രിസ്തു നമ്മൾ തമ്മിൽ സ്പർശിക്കുകയാണ്. ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. ക്രിസ്തുവിനെ സ്പർശിക്കുമ്പോൾ അവൻ ദൈവമായതിനാൽ, കത്തുന്ന മുൾപ്പടർപ്പായതിനാൽ നമ്മുടെ എല്ലാ പാപങ്ങളും, ഉത്ഭവവും കർമ്മപാപവും ഒക്കെ കത്തിപ്പോകുകയാണ്. അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുകയാണ്, അല്ലാതെ പ്രതീകമല്ല, അടയാളപ്പെടുത്തുകയല്ല, ചിഹ്നപ്പെടുത്തുകയല്ല, ശരിക്കും സംഭവിക്കുകയാണ്. അതിനെയാണ് ഫലപ്രദമായ കൃപാവരം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ കൂദാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം അതിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. കർത്താവിൻ്റെ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് കൂദാശ. ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ, ക്രിസ്തുവാണ് ഏക മഹാപുരോഹിതൻ. ആ ഏക പുരോഹിതനായ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ വാക്ക് ഉച്ചരിക്കാനും ക്രിസ്തുവിൻ്റെ പണി ചെയ്യാനും വേണ്ടിയാണ് പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും. അതിനാൽ കൂദാശ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പണിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമാണ്. ലത്തീനിൽ ഇൻ പെർസോണ ക്രിസ്തി എന്നാണ് പുരോഹിതനെ വിളിക്കുന്നത്. ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉച്ചരിക്കുകയും ക്രിസ്തു ചെയ്ത പ്രവൃത്തി ചെയ്യുകയും. അപ്പം എല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവെന്ന ആളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പം നമുക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം. ദൈവപിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, മർക്കോസ് 16:19, ആ പുത്രൻ തമ്പുരാൻ അവിടെ ആയിരിക്കുന്നത് മഹാപുരോഹിതൻ എന്ന നിലയിൽ മാത്രമല്ല, ഏക പുരോഹിതൻ എന്ന നിലയിലാണ്. ദൈവപിതാവിന് മുമ്പിൽ മഹാപുരോഹിതൻ എന്ന നിലയിൽ ഹാജരായിട്ട് പരിശുദ്ധാത്മാവിന് പിതാവിൽ നിന്ന് വാങ്ങിച്ച് സഭയിലേക്ക് ചൊരിയുകയാണ്. അങ്ങനെ ചൊരിയുന്നത് കൃപയായിട്ടാണ്, ദൈവിക ജീവനായിട്ടാണ്. അതിനെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. അത് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാനും പറയാനുമാണ് പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതൻ്റെ ഒരു തോന്നിയ വാസവും സ്വന്തമായിട്ട് സ്വയം പ്രേരിത പ്രാർത്ഥന അടക്കമുള്ള ഒരു കാര്യവും അനുവദിച്ചിട്ടില്ല. സഭ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ പുരോഹിതൻ മനുഷ്യൻ എന്ന വ്യക്തിയല്ല, ക്രിസ്തു എന്ന ആളാണ്. അങ്ങനെ ആയിത്തീരുന്നവർക്കേ ഈ കൂദാശ അർപ്പിക്കാനുള്ള യഥാർത്ഥ യോഗ്യതയല്ല എന്താ പറയുക, അവകാശമുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി, സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള നാടകശാലയല്ല കുർബാന. മറിച്ച് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ പണി ചെയ്യുന്ന ഈ ദൈവിക സഭായോഗത്തിൽ സമ്മേളിക്കുന്ന ഹാജരാകുന്ന ആളാണ് പുരോഹിതൻ. അങ്ങനെ പറ്റൂ. അങ്ങനെ ആയാലേ കൂദാശ യഥാർത്ഥത്തിൽ കൂദാശിയായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ക്രിസ്തുവിൻ്റെ പണിയായി രൂപാന്തരപ്പെടൂ. അങ്ങനെ ആകട്ടെ. അതിനുള്ള എളിമ പുരോഹിതന്മാർ കാണിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.